24 ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് കമ്മിങ് ഇൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടും. ഒരു വർഷം കൂടി കാലാവധി നീട്ടാനാണ് ഇപ്പോഴത്തെ തീരുമാനം. നവംബർ 10-ന് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നിർണായകമായ ഈ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ, വലിയ എതിർപ്പുകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ CPIM-ന്റെ ഭാഗത്തുനിന്നൊരു നിർണായകമായ തീരുമാനം പുറത്തുവരുന്നത്. അത് നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള തീരുമാനമാണ്. കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എത്രയും വേഗം തന്നെ ഓർഡിനൻസ് ഇറക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഒരു വർഷം കൂടി നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടരും. ഈ നവംബർ മാസം 10-ാം തീയതിയാണ് നിലവിലെ ബോർഡ് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നത്. ആ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് PS പ്രശാന്തിന് വീണ്ടും തുടർ നിയമനം നൽകുന്നത്. നേരത്തെ ഈ PS പ്രശാന്ത് തുടരുമോ എന്ന കാര്യത്തിൽ പല അവ്യക്തതകളും ഉണ്ടായിരുന്നു. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലെ ദേവസ്വം ബോർഡിനെതിരെയും വലിയ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ആ പ്രതിഷേധങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാതെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം മറ്റൊരു അംഗം CPIയുടേതാണ്. അഡ്വക്കേറ്റ് അജികുമാറിന്റെ കാര്യത്തിൽ CPI ആയിരിക്കും ഈ തീരുമാനം എടുക്കുന്നത്. ഈ നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ ചില പരാമർശങ്ങൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഉയർത്തിയിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും തന്നെ കഴമ്പില്ല എന്നുള്ളൊരു വിശദീകരണം ഹൈക്കോടതിയിൽ നിലവിലെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ 2019 വിവാദങ്ങൾ നിലവിലെ ദേവസ്വം ബോർഡിനെ ബാധിച്ചിട്ടില്ല എന്നതാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഒപ്പം ഇനി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് കുറച്ച് സമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടും. ആ തീരുമാനത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.